ആലപ്പുഴ മണ്ഡലത്തിലെ സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത മുതിർന്ന നേതാവ് ജി സുധാകരൻ. പ്രായപരിധി മാനദണ്ഡത്തിൽ പാർട്ടി നേതൃസമിതികളിൽ നിന്ന് ഒഴിവായ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ചുമതല ഏറ്റെടുത്തത്. സുധാകരന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ നേതൃത്വത്തിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ത്രികോണ മത്സരച്ചൂടിലമർന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ജി സുധാകരന്റെ നേതൃമികവ് ഉപയോഗപ്പെടുത്താനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ സംഘടനയെ നയിക്കുന്നതിൽ പരിചയസമ്പത്തുള്ള ജി സുധാകരന് ഇക്കാര്യത്തിലുള്ള മികച്ച ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുത്താണ് തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന് മുൻകൈയെടുത്തത്. പര്യടനത്തിന്റെ തുടക്കത്തിൽ തന്നെ സജീവമാകണമെന്ന് അഭ്യർത്ഥിച്ച മുഖ്യമന്ത്രി ഇന്നലെ ആലപ്പുഴയെത്തിയപ്പോൾ ജി സുധാകരനെ നേരിട്ട് കണ്ടു. പദവികൾ നോക്കാതെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ സ്ഥാനാർത്ഥി എം ആരിഫിനെതിരായ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ ജി സുധാകരൻ മുന്നിട്ടിറങ്ങി. ജനങ്ങളെ മുൻനിർത്തി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാജ്യകാര്യങ്ങളും സംസ്ഥാന കാര്യങ്ങളും പാർലമെന്റ് മണ്ഡല കാര്യങ്ങളും സംസാരിക്കുന്ന ക്രിയാത്മകമായ പാർലമെന്റ് ഇലക്ഷനിൽ നേരിടുന്ന ഇടതുപക്ഷത്തെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ശക്തിപ്പെടുത്തും. അതിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നവർ രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. പ്രചരണ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ സജീവമായിരുന്ന ജി സുധാകരൻ ആലപ്പുഴ ഹരിപ്പാട് നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളുടെ ഉദ്ഘാടകനായിരുന്നു. അമ്പലപ്പുഴ ഒഴികെയുള്ള എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നേതൃത്വമുള്ള ഏറ്റെടുത്തതിന്റെ ഭാഗമായി മുഴുവൻ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും അദ്ദേഹം നടത്തുന്നു. രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം ഒരുമിച്ച് നിറവേറ്റുന്നതിൽ അസാധാരണ പാഠവുമുള്ള ജി സുധാകരൻ സാന്നിധ്യം ഗുണകരമാകുമെന്നാണ് സിപിഎം നേതൃത്വത്തിന്റെ പ്രതീക്ഷ. റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ ആലപ്പുഴ.